ഡയലോഗ് സെൻറ്റർ കേരളയുടെ ഡയറക്ടർ കൂടിയായ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് നമ്മോട് സംസാരിക്കുന്നു. ആദരണീയനായ അധ്യക്ഷ സുഹൃത്ത്, ബഹുമാന്യരായ വിജയകുമാർ, സിബി, സമാദരണീയരായ സഹോദരിമാരെ, നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ അനുഗ്രഹാശിസുകൾ സദാ വർഷിക്കുമാറാവട്ടെ. ഇപ്പോൾ എന്നിൽ അർപ്പിതമായ ചുമതല ഖുർആനെ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ പരിചയപ്പെടുത്തുക എന്നതാണ്. ആ ഉത്തരവാദിത്വം പ്രപഞ്ചനാഥനായ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് നിർവഹിക്കാൻ എനിക്കും ഫലപ്രദമായി കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും നിങ്ങൾക്കും സർവശക്തനായ ദൈവം സൗഭാഗ്യം നൽകുമാറാവട്ടെ. മനുഷ്യൻ ഒഴിച്ചുള്ള ഈ ഭൂമിയിലെ എല്ലാ ജീവികളും ജന്മവാസനകൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യന് മാത്രം ജന്മവാസനകളുടെ പരിധിക്കപ്പുറം കടക്കുവാനുള്ള കഴിവുണ്ട്. സ്വയം തീരുമാനിക്കുവാനും തിരഞ്ഞെടുക്കാനുള്ള സാധ്യത അവനുണ്ട്. അതുകൊണ്ട് അവന് നിയമങ്ങളും വ്യവസ്ഥകളും ക്രമങ്ങളും ചട്ടങ്ങളും ചിട്ടകളും ആവശ്യമാണ്. ഇത് പ്രപഞ്ചനാഥനായ ദൈവം മനുഷ്യരാശിക്ക് നൽകുമെന്ന് ആദ്യത്തെ മനുഷ്യനെ തന്നെ അറിയിക്കുകയുണ്ടായി. അഥവാ വിജയത്തിൻ്റെ വഴി ഏതെന്നും പരാജയത്തിൻ്റെ പാത ഏതെന്നും മനുഷ്യരെ അറിയിക്കുമെന്ന് സന്ദേശത്തോടു കൂടിയാണ് അവനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. തുടർന്ന് ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ മനുഷ്യരാശിയുടെ മാർഗദർശനത്തിനു വേണ്ടി ദൈവം അവൻ്റെ ദൂതന്മാരിലൂടെ ദൈവികമായ സന്ദേശം ജീവിതമാർഗം അറിയിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഓരോ ദൈവദൂതൻ്റെയും മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ജീവിത പാതയിൽ നിന്ന് സമൂഹം അകന്നു പോകുമ്പോൾ വീണ്ടും അവരെ സത്യശുദ്ധമായ ദൈവപാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവൻ്റെ സന്ദേശവാഹകന്മാർ, പ്രവാചകന്മാർ, ദൂതന്മാർ നിയോഗിതരായിക്കൊണ്ടിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചരിത്രത്തിൻ്റെ എല്ലാ ദശാസന്ധികളിലും ദൈവദൂതന്മാർ ആഗതരായിട്ടുണ്ട്. അവരൊക്കെയും മനുഷ്യരാശിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഒരേ ദിവ്യ സന്ദേശവും ദൈവിക ജീവിത ക്രമവും വ്യവസ്ഥയും തന്നെയാണ്. അങ്ങനെയുള്ള 1,00,000-ലേറെ ദൈവദൂതന്മാർ ലോകത്ത് നിയോഗിതരായിട്ടുണ്ട്. ആ പ്രവാചക പരമ്പരയിലെ ദൈവദൂത പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി എന്ന് വിശുദ്ധ ഖുർആൻ ഊന്നിപ്പറയുന്നു. പ്രവാചകനായ മുഹമ്മദ് ക്രിസ്തബ്ദം 571 ജനിച്ചത്. പ്രവിക്ക് മുമ്പേ പിതാവ് പരലോകം പ്രാപിച്ചു. 6-ാമത്തെ വയസ്സിൽ മാതാവ് ആമിന അന്ത്യശ്വാസം വലിച്ചു. പരിരക്ഷണം ഏറ്റെടുത്തിരുന്ന പിതാമഹനായ അബ്ദുൽ മുത്തലിബ് 8-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് പിതൃവ്യനായ അബൂ താലിബായിരുന്നു. ഏതൊരു അറേബ്യൻ യുവാവിനെ പോലെയും ആടുമേച്ചും കച്ചവടത്തിലേർപ്പെട്ടുമാണ് ജീവിതം നയിച്ചിരുന്നത്. പക്ഷേ അറേബ്യ അന്ന് മറ്റു ലോകത്തിലെ ഇതര ഭാഗങ്ങളെപ്പോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളിലും സാംസ്കാരികമായ ജീർണതകളിലും സാമ്പത്തികമായ ചൂഷണങ്ങളിലും രാഷ്ട്രീയമായ അടിമത്വത്തിലും അധിഷ്ഠിതമായിരുന്നു. എന്നാൽ എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായ ജീവിതമാണ് മുഹമ്മദ് നയിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 40 വയസ്സായപ്പോൾ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് അകന്നിരുന്നുകൊണ്ട് ജീവിതത്തിൽ ചില സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങി. സത്യശുദ്ധമായ സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങൾ പുലരുന്നതായി അനുഭവപ്പെടുകയും ചെയ്തു. 40-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ ധ്യാനം, ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിയുവാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് 40-ാമത്തെ വയസ്സിൽ ആദ്യമായി മുഹമ്മദിന് ദിവ്യ സന്ദേശങ്ങൾ ലഭ്യമായത്. 6 സൂക്തങ്ങളാണ്, 6 വാക്യങ്ങളാണ് അവതീർണമായത്. അത് ഇപ്പോൾ ഖുർആനിലെ 96-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗമായാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. വായിക്കുക. നിന്നെ സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ നാമത്തിൽ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. വായിക്കുക. നിൻ്റെ നാഥൻ അത്യുദാഹരണമാകുന്നു. അവൻ പേന കൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നു. മനുഷ്യനറിയാത്ത കാര്യങ്ങൾ അവനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. ഇത്രയും സൂക്തങ്ങളാണ് മാലാഖയായ ജിബ്രീലിലൂടെ ഗബ്രായിലൂടെ ആദ്യമായി മുഹമ്മദ് നബിക്ക് ലഭ്യമായത്. തുടർന്ന് ജീവിതത്തിൻ്റെ 23 വർഷങ്ങളിലായി വ്യത്യസ്തമായ സന്ദർഭങ്ങളിലായി അവതീർണമായ ദൈവിക സന്ദേശങ്ങളുടെ സമാഹാരമാണ് ഖുർആൻ. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം വായിക്കപ്പെടുന്നത് എന്നാണ്. ഇതിൽ 30 ഭാഗമാണുള്ളത്.
114 അധ്യായങ്ങളാണുള്ളത്. ലോകത്തിലെ എല്ലാ മുസ്ലിംകളുടെയും 150 കോടി മുസ്ലിങ്ങളാണുള്ളത്. അവിടെ എല്ലാം വശമുള്ളത് ഒരേ ഖുർആൻ തന്നെയാണ്. അതിൽ 114 അധ്യായങ്ങളാണുള്ളത്, 30 ഭാഗങ്ങളാണുള്ളത്, 6236 സൂക്തങ്ങളാണ്, വാക്യങ്ങളാണ് ഖുർആനിൽ ഉള്ളത്. അവതരണ വേളയിൽ പ്രവാചകനായ മുഹമ്മദ് തൻ്റെ അനുയായികൾക്കത് പറഞ്ഞു കൊടുക്കുകയും അവർ എഴുതിയെടുക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദ് നിരക്ഷരനായിരുന്നു. ജീവിതത്തിൽ എഴുതുകയോ വായിക്കുകയോ ചെയ്തിരുന്നില്ല. ഏതെങ്കിലും പ്രത്യേകമായ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ദിവ്യസന്ദേശം ലഭിച്ചപ്പോൾ ആ സന്ദേശം തൻ്റെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ അത് എഴുതി വെക്കുകയും ചെയ്തു. മാത്രമല്ല അവർ ഹൃദിസ്ഥരാക്കുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ 30,000 പേർ ഖുർആൻ ഹൃദിസ്ഥമാക്കിയവരായി ഉണ്ടായിരുന്നു. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആൻ ഹൃദിസ്ഥമാക്കിയവരായി ഉണ്ട്. കേരളത്തിൽ തന്നെ 1000-കണക്കിന് ആളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കിയവരായി ഇന്നും ഉണ്ട്. എല്ലാ ചരിത്ര ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയാണ് ഖുർആൻ എന്ന് വിളിക്കുക. ഖുർആൻ്റെ കേന്ദ്ര ബിന്ദു മനുഷ്യനാണ്, അഥവാ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന ദൈവികമായ ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യൻ ആരാണ്, ജീവിതം എന്താണ്, അവൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങനെ ജീവിക്കണം, മരണശേഷം എന്ത്, മൗലിക പ്രധാനങ്ങളായ ഈ ചോദ്യങ്ങൾക്കുള്ള ദൈവികമായ മറുപടിയാണ് ഖുർആൻ്റെ ഉള്ളടക്കം. മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് ഖുർആൻ പറയുന്നു. അവൻ 3 അംശങ്ങളുടെ സംഘാതമാണ്: ശരീരം, മനസ്സ്, ആത്മാവ്. അതുകൊണ്ട് തന്നെ ജന്മന അവൻ ദുർബലനാണ്, ചിലപ്പോൾ മറ്റ് ജീവികളെക്കാൾ ദുർബലനാണ്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ഏറെ കഴിവ് കുറഞ്ഞവനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ വളർന്നു വരുന്നതോടുകൂടി വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ മറ്റെല്ലാ ജീവജാലങ്ങളെയും കീഴ്പ്പെടുത്തുന്നു. സഹ്റലക്കും മാഫിസ് സമാവാത്യ മാഫില്ലർ, ആകാശഭൂമികളിലുള്ള എല്ലാം മനുഷ്യൻ ഉപയോഗിക്കാൻ കഴിയുമാറ് അവൻ്റെ ബുദ്ധിപരമായ വളർച്ചയും കഴിവും അവന് നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മനുഷ്യനാണ് എന്ന് ഖുർആൻ പറയുന്നു. വലക്കത് കറംന ബനി ആദം, മനുഷ്യൻ ഏറെ ശ്രേഷ്ഠനാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ഖുർആൻ വിശകലനം ചെയ്യുന്നു. മനുഷ്യൻ സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടാവാണ്. സൃഷ്ടാവായ ദൈവം അനാദിയാണ്, അനന്ത്യനാണ്, അതുപോലെ തന്നെ അദൃശ്യനാണ്, അഗോചരനാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ് എന്നെല്ലാം ഖുർആൻ പറയുന്നു. ഖുർആനിൽ ദൈവത്തിൻ്റെ 99 നാമങ്ങളുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു, കുലിദുല്ല അബിദുറഹ്മാൻ അയ്യമ്മ തദു ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ അള്ളാഹു എന്നോ പരമകാരുണ്യകനെന്നോ വിളിക്കുക, എല്ലാ നല്ല നാമങ്ങളുടെയും ഉടമസ്ഥനാകുന്നു ദൈവം എന്ന് ഖുർആൻ പറയുന്നു. ദൈവത്തിന് മാത്രമേ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അഥവാ അഭൗതികമായ അറിവുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധത്തിനപ്പുറം ഗുണമോ ദോഷമോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതിനാൽ ദൈവത്തെ മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആരാധിക്കാവൂ എന്ന് ഖുർആൻ തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു. അപ്രകാരം തന്നെ ദൈവത്തിൻ്റെ ജീവിത വ്യവസ്ഥയാവണം, നിയമവ്യവസ്ഥയാവണം മുഴു മേഖലകളിലും മനുഷ്യൻ സ്വീകരിക്കേണ്ടതും നടപ്പാക്കേണ്ടതും എന്നും ഖുർആൻ പറയുന്നു. മരണം, മനുഷ്യജീവിതം മരണത്തോടെ ഒടുങ്ങുകയില്ല, അത് അവിരാമമായി തുടരും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മരണം ഒരു മാറ്റം മാത്രമാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവിൻ്റെ വേർപിരിയൽ നടക്കുന്നു. പക്ഷേ മനുഷ്യാത്മാവ് അവൻ്റെ കർമ്മങ്ങളെ പ്രതിനിധീകരിക്കുന്ന പരലോകത്തെ ഒരു ജീവിതം അവനുണ്ടായിരിക്കും. ഇത് ഭൂമിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സമീപനം യബലുവക്കും അയ്യുക്കും അഹ്സനു, ഇതൊരു പരീക്ഷണാലയമാണ്. ഇവിടെ മനുഷ്യൻ കർമ്മങ്ങളുടെ ലോകമാണ്. കർമ്മഫലം ഇവിടെയില്ല. വിചാരണയും വിധിയും കർമ്മഫലവും മരണശേഷമുള്ള മറുലോകത്താണ്, പരലോകത്താണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എவ்விதമായിരിക്കണം എന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനാൽ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ആവശ്യമായ നിർദ്ദേശം അത് നൽകുന്നു. മനുഷ്യൻ ആദ്യമായി ബന്ധപ്പെടുന്നത് അച്ഛനും അമ്മയുമായതുകൊണ്ട് അച്ഛനോടും അമ്മയോടുമുള്ള നിലപാട് എന്തായിരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ ദൈവത്തെ വഴിപ്പെട്ട് ജീവിക്കുക, അച്ഛനമ്മമാരോട് നല്ല നിലയിൽ വർത്തിക്കുക, പ്രായാധിക്യത്തിൻ്റെ പാരവശ്യതയിൽ പ്രയാസം അനുഭവിക്കുന്ന അച്ഛനമ്മമാർക്ക് അലോസരമുണ്ടാകുന്ന ഒരക്ഷരം നിങ്ങൾ ഉരിയാടാതിരിക്കുക, അവർക്ക്
കാരുണ്യത്തിൻ്റെ ചിറക് വിടർത്തി കൊടുക്കുക, അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുക. അനിഷ്കുല്യ വലി വാലിദൈക്ക, ദൈവത്തോട് നന്ദി കാണിക്കുക, അച്ഛനമ്മമാരോട് നന്ദി കാണിക്കുക. അതുപോലെ തന്നെ അച്ഛനമ്മമാർക്ക് പ്രയാസമുണ്ടാകുന്ന ഒന്നും ചെയ്യാതിരിക്കുക എന്ന് മാതാപിതാക്കളുടെ ജീവിത രീതി സമീപനം എவ்விதമായിരിക്കണമെന്ന് വിശകലനം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു. പ്രവാചകൻ്റെ നിയോഗ കാലഘട്ടത്തിൽ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിനാൽ ഖുർആൻ അതിനെ കർക്കശമായി വിലക്കിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കുക. കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവർ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വൃത്തത്തിൽ പെടുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളോട് മാത്രമല്ല എല്ലാവരോടും കരുണ കാണിക്കണം എന്നും അത് പഠിപ്പിക്കുന്നു. അപ്രകാരം തന്നെ വിവാഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, വിവാഹം ഒരു പാപമല്ല, അത് ചിത്തയായ ഒരു കാര്യമല്ല, അത് പുണ്യമായ ഒരു കാര്യമാണ്, പാവനമായ ഒരു കൃത്യമാണ് എന്ന് പറയുന്നു. കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. കുടുംബം രൂപപ്പെടുന്നത് ദാമ്പത്യത്തിലൂടെയാണ്, ദാമ്പത്യം വിവാഹത്തിലൂടെയും. അതിനാൽ വിവാഹം മതപരമായ ഒരു കാര്യമാണ്, ഒരു ദൈവികമായ ഒരു കർമ്മമായാണ് ഖുർആൻ വിവാഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ വിവാഹത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. മിൻ ആയാത്യൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. സ്നേഹവും കാരുണ്യവുമായിരിക്കണം ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനം. അതിരുകളില്ലാത്ത സ്നേഹവും അതിരുകളില്ലാത്ത കാരുണ്യവുമായിരിക്കണം ദാമ്പത്യത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ദമ്പതികൾക്കിടയിലുള്ള നിലപാടുകൾ, സമീപനം എന്തായിരിക്കണം എന്നും അത് വിശകലനം ചെയ്യുന്നു. അങ്ങനെ ദാമ്പത്യത്തെ കെട്ടുറപ്പുള്ള ഒന്നതാക്കി തീർക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഖുർആൻ നൽകുന്നത്. തുടർന്ന് കുടുംബത്തെക്കുറിച്ച് പറയുന്നു, കുടുംബവും ഒരു ദൈവിക സ്ഥാപനമാണ്. കുടുംബത്തിന് ഖുർആൻ ഉപയോഗിച്ച പദം റഹ്മി എന്നാണ്. അമ്മയുടെ ഗർഭാശയത്തിന് ഖുർആൻ ഉപയോഗിച്ച പദവും റഹ്മി എന്ന് തന്നെയാണ്. ദൈവത്തിന് ഖുർആൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദവും റഹ്മി എന്നാണ്. അഥവാ ദൈവത്തിന് ഖുർആൻ നൽകിയ നാമം തന്നെയാണ് അമ്മയുടെ ഗർഭാശയത്തിനും കുടുംബ ബന്ധത്തിനും ഖുർആൻ നൽകിയത്. മാത്രമല്ല, ദൈവത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടുടനെ പറഞ്ഞു കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കുക. ഒത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ ഏതൊരു ദൈവത്തെയോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തെ നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിച്ച് അതിനെ പരിരക്ഷിക്കണം എന്ന് ഖുർആൻ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അയൽവാസിയോടുള്ള നിലപാട് എന്തായിരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അയൽവാസി അന്യനല്ല, അടുത്തവനാണ്. അവന് പ്രയാസമുണ്ടാകുന്ന ഒന്നും സംഭവിക്കരുത് എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അനാഥകളോട്, അഗതികളോട് നിലപാട് എന്തായിരിക്കണമെന്ന് പഠിപ്പിച്ചു. അറൈത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. ആരാണ് മതത്തിൻ്റെ നിഷേധി എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, അനാഥയെ അവഗണിക്കുന്നവനും അഗതിക്ക് അന്നം നൽകാൻ പ്രേരിപ്പിക്കാത്തവനുമാണ് മതത്തിൻ്റെ നിഷേധി എന്ന്. തുടർന്ന് ചോദിച്ചു, ഏറ്റവും പുണ്യകരമായ കാര്യം ഏതാണ്? ഒമാ അതറാക്കമല്ല കബ. ഏറ്റവും പ്രയാസകരമായ സത്യശുദ്ധമായ പുണ്യപാത ഏതാണെന്ന് ഖുർആൻ ചോദിച്ചു. ഉത്തരം ഖുർആൻ തന്നെ പറഞ്ഞു, ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫി യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കിനൻ ദാ മത്രബ. അത് അടിയാളിൻ്റെ മോചനമാണ്, കടുത്ത പട്ടിണിയുടെ ദാരിദ്ര്യത്തിനുള്ള അന്നദാനമാണ്, അടുത്ത ബന്ധുവായ അനാഥയ്ക്ക് മണ്ണ് പുരണ്ട അഗതിക്ക്. അങ്ങനെ സമൂഹത്തിലെ അവശരുടെയും അശരണരുടെയും അഗതികളുടെയും അനാഥരുടെയും നിസ്സഹായരുടെയും സംരക്ഷണം ഒരു മതപരമായ ബാധ്യതയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതൊരു സാമൂഹ്യ വ്യവസ്ഥ പോലെ ഒരു സാമ്പത്തിക വ്യവസ്ഥ സമർപ്പിക്കുന്നു. ഖുർആൻ പറയുന്നു, സമ്പത്ത് ദൈവത്തിൻ്റേതാണ്. മനുഷ്യൻ്റെ മേലുള്ള ഉടമാവകാശം ദൈവത്തിനായതുപോലെ സമ്പത്തിന് മേലുള്ള ഉടമാവകാശം ദൈവത്തിനാണ്. ആത്തൂഹുമ്മിൻ മാലില്ലാഹില്ലദീ ആതാക്കും. ദൈവം നിങ്ങൾക്ക് നൽകിയ ദൈവത്തിൻ്റെ ധനം അതിൻ്റെ അവകാശികൾക്ക് നൽകുക എന്ന് ഖുർആൻ കൽപ്പിക്കുന്നു. അതിനാൽ തന്നെ ധനം സമ്പാദനം ഒരു പാപമല്ല. ധനം മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരാത്തൂത്തുസുഫാംവാലിക്കുമുല്ലത്തി ജഹലല്ലാഹുലക്കും ഖിയാമ. മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് സമ്പത്ത്. അതിനാൽ അധ്വാനിക്കുക എന്നത് പുണ്യകർമ്മമാണ്. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. വെള്ളിയാഴ്ച പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ അവിടെ ചടഞ്ഞിരിക്കുന്നതിന് പകരം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ഭൂമിയിലെ ദിവ്യാനുഗ്രഹങ്ങൾ അധ്വാനത്തിനിടെ സ്വായത്തമാക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾ സമ്പാദിക്കുമ്പോൾ അത് സമൂഹ താല്പര്യങ്ങൾക്ക് എതിരാവരുത്. അതിനാൽ അത് മുതലാളിത്തത്തിനും കമ്മ്യൂണിസത്തിനും വ്യത്യസ്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഖുർആൻ സമർപ്പിക്കുന്നത്. അത് വ്യക്തികളുടെ ഉടമാവകാശം അംഗീകരിക്കുന്നു, വ്യക്തികൾക്ക് സമ്പാദിക്കാനുള്ള അനുവാദം നൽകുന്നു. പക്ഷേ സമൂഹ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല. അതിനാൽ അഴിമതി പാടില്ല, വഞ്ചന പാടില്ല, പലിശ പാടില്ല, ചോഷണം പാടില്ല, മോഷണം പാടില്ല,
തട്ടിപ്പ് പാടില്ല, ഷോടതി പാടില്ല. എല്ലാ ചൂഷണ മാർഗങ്ങളെയും സാമൂഹ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ സമ്പാദന മാർഗങ്ങളെയും കണിശമായി അത് നിരോധിക്കുന്നു. പലിശയ്ക്കെതിരെ നിരവധി സൂക്തങ്ങൾ ഖുർആനിൽ കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ പറയുന്നു, നിഷിദ്ധമായ ധനം ഭക്ഷിക്കുന്നവൻ്റെ ആരാധനകൾ സ്വീകാര്യമല്ല എന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. സമ്പത്ത് കൈവശം വെക്കാൻ അത് അനുവാദം നൽകുന്നു, പക്ഷേ അത് നിയന്ത്രിതമാണ്. സമൂഹത്തിൻ്റെ സാമ്പത്തിക ഘടനയനുസരിച്ച് ഒരു പ്രാഥമികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത ആളുകളുണ്ടാകുമ്പോൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സ, വെള്ളം, വെളിച്ചം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത ആളുകൾ സമൂഹത്തിലുണ്ടാകുമ്പോൾ സമ്പത്ത് വ്യക്തികളുടേതല്ലാതായി മാറുന്നു, അത് സമൂഹത്തിൻ്റേതായി മാറുന്നു. ഒബി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തവനും സമ്പന്നൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈവശം വെക്കാനുള്ള അനുവാദം നൽകുന്നു, പക്ഷേ മുതലാളിത്ത വ്യവസ്ഥ പോലെ അപരിമിതമല്ല. അത് സമൂഹത്തിൻ്റെ സാമ്പത്തിക ഘടനയുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചെലവഴിക്കാനുള്ള അനുവാദം നൽകുന്നു, പക്ഷേ സമൂഹത്തിൻ്റെ സമ്പദ്ഘടനയനുസരിച്ച് ധൂർത്ത്, ദുർവ്യം, അനാവശ്യം, ആർപ്പാടം ആകാൻ പാടില്ല. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിങ്ങൾ പരിമിതിയില്ലാതെ ചെലവഴിക്കരുത്, പരിധി വിട്ടവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. വലാ തുബദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിന കാനൂ ഇഖ്വാന ശയാത്തിൻ, നിങ്ങൾ ഒരിക്കലും ധനം ധൂർത്തടിക്കരുത്, ധൂർത്തന്മാരെ ദൈവം ഇഷ്ടപ്പെടുകയില്ല, ധൂർത്തന്മാർ പിശാചുക്കളുടെ കൂട്ടുകാരാണ്. അങ്ങനെ സമൂഹ താൽപ്പര്യങ്ങൾ, ദൈവനിശ്ചിതമായ സമൂഹ താൽപ്പര്യങ്ങളാൽ നിയന്ത്രിതമായ വ്യക്തി ഉടമാവകാശം എന്നൊരു സാമ്പത്തിക ഘടനയെ ഖുർആൻ മനുഷ്യരാശിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതൊരു സാംസ്കാരിക വ്യവസ്ഥ മനുഷ്യരാശിക്ക് നൽകുന്നു. അതിനാൽ മദ്യപാനത്തെ നിരോധിക്കുന്നു, ലൈംഗിക അരാജകത്വത്തെ നിരോധിക്കുന്നു, അഭീതമായ എല്ലാ ലൈംഗിക ബന്ധങ്ങളെയും അത് നിഷിദ്ധമാക്കുന്നു. മാത്രമല്ല മനുഷ്യൻ്റെ ലജ്ജാബോധത്തെ കെടുത്തുന്ന നഗ്നതാ പ്രദർശനത്തെ അത് വിലക്കുന്നു. അങ്ങനെ ഒരു സാംസ്കാരികമായ വ്യവസ്ഥയെ ഖുർആൻ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് മദ്യത്തെക്കുറിച്ച് പറഞ്ഞു, മദ്യവും ചൂതാട്ടവുമൊക്കെ പൈശാചികമാണ്, അവ അവസാനിപ്പിക്കണം. അവസാനം ചോദിച്ചു ഹലൻതും മുൻതുഹൂൻ, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ, നിങ്ങളത് വർജിക്കണം. അങ്ങനെ നിങ്ങൾ പലിശ വർജിക്കുന്ന പോലെ തന്നെ മദ്യപാനം വർജിക്കേണ്ടതുണ്ട്, ചൂതാട്ടം വർജിക്കേണ്ടതുണ്ട്, നഗ്നതാ പ്രദർശനം വർജിക്കേണ്ടതുണ്ട്, നിർലജ്ജത ഒഴിവാക്കേണ്ടതുണ്ട്, എല്ലാ ധാർമ്മികമായ ലംഘനങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെ ഒരു സാംസ്കാരിക വ്യവസ്ഥ അത് സമർപ്പിക്കുന്നു. പിന്നെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ അത് മനുഷ്യരാശിയുടെ മുമ്പിൽ നൽകുന്നു. നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം ദൈവത്തിന് മാത്രമാണ്. അഥവാ ശരിയും തെറ്റും, നന്മയും തിന്മയും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും, വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കുവാൻ വ്യക്തികൾക്ക് അനുവാദമില്ല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരേപോലെയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്. വർഗ, വർണ്ണ, ദേശ, ഭാഷാ ഭേദങ്ങൾക്കതീതമായ എല്ലാ മനുഷ്യരും സമന്മാരാണ്. അവർ സ്വയം അംഗീകരിക്കുന്ന വിശ്വാസവും ജീവിത വീക്ഷണവും സ്വഭാവവും സമീപനവും പെരുമാറ്റവും കർമ്മരീതിയും മാത്രമാണ് മനുഷ്യൻ്റെ ഔന്നത്യത്തിൻ്റെയും നിന്യതയുടെയും മഹത്വത്തിൻ്റെയും ഹീനതയും അടയാളം. എല്ലാവരും സമന്മാരായിരിക്കെ ചിലർ മനുഷ്യരുടെ മേൽ നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരമുള്ള യജമാനന്മാരും മറ്റു ചിലർ അതനുസരിക്കുന്ന അടിമകളും ആകരുത് എന്ന് ഖുർആൻ പറയുന്നു. അതിനാൽ പറയുന്നു, അലാ ലഹുൽ ഖൽഖു വൽ അംർ, ആരാണോ സൃഷ്ടികർമ്മം നിർവഹിച്ച് ആ ദൈവത്തിനെ മനുഷ്യൻ്റെ മേൽ പരമമായ ശാസനാധികാരമുള്ളൂ. ഹിനുക്കുമു ഇല്ലാ ലില്ലാ അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, മനുഷ്യൻ്റെ മേലിൽ നിയമനിർമ്മാണത്തിൻ്റെ സുപ്രീം സോവറിറ്റി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതിനാൽ അവനെ വഴിപ്പെട്ട് ജീവിക്കുക. ഇവിടെ ഭരണാധികാരിയും ഭരണീയരും സമന്മാരായിരിക്കണം, തുല്യരായിരിക്കണം അത് എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ മനുഷ്യരാശിക്ക് നൽകുന്നു. അതോടൊപ്പം ഈ പ്രകൃതിയോടുള്ള ബന്ധം എന്തായിരിക്കണം എന്നത് പഠിപ്പിച്ചു. പ്രകൃതി മനുഷ്യരാശിക്ക് മാത്രമുള്ളതല്ല, മുഴുവൻ ജീവജാലങ്ങൾക്കുമുള്ളതാണ്. ഏതെങ്കിലും തലമുറക്ക് മാത്രമുള്ളതല്ല, മുഴുവൻ സമൂഹത്തിനുമുള്ളതാണ്. അതിനാൽ പ്രകൃതിയെ നാശോന്മുഖമോ വിഷമയമോ ആക്കരുത് എന്നും അത് പഠിപ്പിക്കുന്നു. ദഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത് അയ്ദിന്നാസ്, മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായി അവൻ ദൈവധിക്കാരിയായി മാറുമ്പോൾ അവൻ്റെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും വായുവിലും വെള്ളത്തിലും മണ്ണിലും വിണ്ണിലുമൊക്കെ നാശമുണ്ടാകുമെന്ന് ഖുർആൻ താക്കീത് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ഒരു ജീവിത വ്യവസ്ഥ, മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും ഉൾപ്പെടുന്നൊരു ജീവിത വ്യവസ്ഥ അത് നൽകുന്നു. വ്യക്തിയോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അഹങ്കാരത്തോടെ നടക്കരുത്, പൊങ്ങച്ചത്തോടെ നടക്കരുത്. ഖുർആനിൽ 4 നടത്തത്തെക്കുറിച്ച് വിശദീകരണമുണ്ട്. സമൂഹം സമാധാനതരമായിരിക്കുമെന്നും രാഷ്ട്രം ക്ഷമപൂർണ്ണമായിരിക്കുമെന്നും ലോകം പ്രശാന്തമായിരിക്കുമെന്നും സർവോപരി മനഃശേഷമുള്ള ശാശ്വതമായ ജീവിതം ദൈവത്തിൻ്റെ പ്രീതിക്കും അവൻ്റെ പ്രതിഫലത്തിനും അവൻ്റെ സ്വർഗത്തിനും അർഹമായിരിക്കുമെന്നും വേദഗ്രന്ഥം
വാഗ്ദാനം ചെയ്യുന്നു. ഈ ജീവിതം പിന്തുടരുവാൻ ആവശ്യമായ ആരാധനാനുഷ്ഠാനങ്ങൾ കൂടി പഠിപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ്, ഒരു ദൈവികമായ സന്ദേശങ്ങളുടെ സമാഹാരമാണ്, ദൈവികമായ ഗ്രന്ഥമാണ് ഖുർആൻ. അത് സമർപ്പിക്കുന്ന വ്യവസ്ഥയും ദൈവിക ജീവിത വ്യവസ്ഥയാണ്. 114 അധ്യായങ്ങളുള്ള 6236 സൂക്തങ്ങളുള്ള 30 ഭാഗങ്ങളുള്ള സ്വാഭാവികമായും 604 പേജുകളുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ നിങ്ങളുടെ പഠനത്തിന്, പരിശോധനയ്ക്ക്, നിരീക്ഷണത്തിന്, വിലയിരുത്തലിന് വിനയപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി. സർവശക്തനായ ദൈവം നമുക്കേവർക്കും ഇരുലോകത്തും സകലവിധ സൗഭാഗ്യങ്ങളും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.